കാലത്തിന്റെ ചക്രഗതിയിൽ 2026 എന്ന വർഷം നമുക്ക് മുന്നിൽ തെളിയുമ്പോൾ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് വെറുമൊരു മാസമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ്. 27 നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും ക്ഷമയുള്ളവരും കഠിനാധ്വാനികളുമായ നിങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായ അസ്വസ്ഥതകൾക്കും തടസ്സങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം കാണാൻ പോകുന്ന സുവർണ കാലഘട്ടമാണ് ഫെബ്രുവരി. വിശ്വദേവകൾ അധിപന്മാരായ ഉത്രാടം നക്ഷത്രം അജയ്യമായത് അഥവാ തോൽപ്പിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഈ ഫെബ്രുവരിയിൽ സംഭവിക്കാൻ പോകുന്നത്. ആകാശത്ത് ഗ്രഹങ്ങൾ തങ്ങളുടെ ഭാവങ്ങൾ മാറ്റുമ്പോൾ ഭൂമിയിൽ നിങ്ങളുടെ കർമ്മമണ്ഡലത്തിലും കുടുംബത്തിലും അതിന്റെ പ്രതിഫലനങ്ങൾ എപ്രകാരമായിരിക്കുമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ജീവിതം ഒരു വലിയ പരീക്ഷണമാണെന്ന് വിശ്വസിക്കുന്നവരാണ് പല ഉത്രാടം നക്ഷത്രക്കാരും. എന്നാൽ പരീക്ഷയുടെ ബലം പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു മാസമായി വേണം ഈ കാലയളവിനെ കണക്കാക്കാൻ. ആത്മവിശ്വാസം എന്ന സൂര്യ തേജസ് നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും നിറങ്ങി നിൽക്കും. നിങ്ങളെ തളർത്താൻ നോക്കിയവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ മാസം സംജാതമാകും. പഴയ കാലത്തെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരുന്നവർക്ക് പുതിയ നേട്ടങ്ങൾ കൊണ്ട് ആ കുറവ് നികത്താൻ സാധിക്കുമെന്നതാണ് ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തൊഴിൽ രംഗത്തെ മന്ദത മാറുക, സാമ്പത്തിക സ്രോതസ്സുകൾ തുറക്കപ്പെടുക, കുടുംബത്തിൽ ഐശ്വര്യം വന്നെത്തുക എന്നിങ്ങനെ നാനാ തുറകളിൽ നിന്നും അനുകൂലമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. വിദേശയാത്രയ്ക്കോ പുതിയ വീടെന്ന സ്വപ്നത്തിനോ വേണ്ടി കാത്തിരുന്നവർക്ക് ഈ മാസം ശുഭസൂചനകൾ നൽകുന്നു. എന്നാൽ സൂര്യന്റെ സ്വഭാവമുള്ള നിങ്ങൾ അമിതമായ ആത്മവിശ്വാസത്തിലേക്ക് വീഴാതെ ശ്രദ്ധിക്കണമെന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ മാസഫലത്തിനുണ്ട്. നക്ഷത്രനാഥനായ സൂര്യന്റെ അനുഗ്രഹം നിങ്ങളിൽ പതിയുന്നതിനാൽ മാനസികമായ വലിയൊരു ഉണർവ് നിങ്ങൾക്ക് അനുഭവപ്പെടും. പലപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന അനാവശ്യ ഭയങ്ങൾ നീങ്ങി വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഉത്രാടം നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിതമായി ഇടപെടുന്നവരാണെങ്കിലും ഈ മാസം നിങ്ങളുടെ ഉപദേശങ്ങൾക്കും വാക്കുകൾക്കും വലിയ വില കൽപ്പിക്കപ്പെടും. സമൂഹത്തിൽ നിങ്ങളുടെ പദവി ഉയരുന്നതിനോടൊപ്പം തന്നെ വ്യക്തിബന്ധങ്ങളിലും വലിയ മാറ്റങ്ങൾ പ്രകടമാകും. ഈ മാസം നിങ്ങൾ കൈവയ്ക്കുന്ന മേഖലകളിൽ വിജയമുറപ്പിക്കാൻ സാധിക്കുമെങ്കിലും അത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ചിട്ടയായ ജീവിതശൈലിയുടെയും ബലമായിരിക്കുമെന്ന് തിരിച്ചറിയുക. ഭാഗ്യത്തെക്കാൾ ഉപരിയായി കർമ്മത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ ഓരോ ദിവസവും എപ്രകാരം വിനിയോഗിക്കണമെന്ന കൃത്യമായ പ്ലാനിംഗ് നിങ്ങൾക്കുണ്ടായിരിക്കണം. തൊഴിൽ അന്വേഷകർക്കും ബിസിനസ് രംഗത്ത് ചുവടുറപ്പിക്കാൻ നോക്കുന്നവർക്കും ദാമ്പത്യ ജീവിതത്തിൽ പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം നൽകുന്ന സന്ദേശം ഒന്നു മാത്രമാണ്: ഭയപ്പെടേണ്ട, സമയം നിങ്ങൾക്കൊപ്പമാണ്. ഇനി നമുക്ക് ഓരോ മേഖലയിലുമുള്ള നിങ്ങളുടെ ബലങ്ങൾ വിശദമായി പരിശോധിക്കാം. നേട്ടങ്ങൾ കൊയ്യാനും കോട്ടങ്ങൾ ഒഴിവാക്കാനും ഈ മാസഫലം നിങ്ങളെ സഹായിക്കട്ടെ. ഉത്രാടം നക്ഷത്രക്കാരുടെ ആത്മവീര്യം ഉണർത്തുന്ന ശുഭപ്രതീക്ഷകൾ നൽകുന്ന 2026 ഫെബ്രുവരി മാസത്തെ സമഗ്രമായ പ്രവചനത്തിലേക്ക് നമുക്ക് കടക്കാം. ഫെബ്രുവരി മാസം ഉത്രാടം നക്ഷത്രക്കാർക്ക് പല മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കുന്ന കാലമാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്ന മാസമാണിത്. ഔദ്യോഗിക രംഗത്തോ സാമൂഹിക രംഗത്തോ പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിവരും. നേതൃത്വപരമായ പാഠവം തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന നിയമപരമായ പ്രശ്നങ്ങളോ കുടുംബപരമായ തർക്കങ്ങളോ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കലാ സാഹിത്യ കായിക രംഗത്തുള്ളവർക്ക് തങ്ങളുടെ കഴിവിനുള്ള അംഗീകാരമോ പുരസ്കാരങ്ങളോ ലഭിക്കാൻ ഈ മാസം അനുകൂലമാണ്. മാനസികമായ കരുത്ത് വർദ്ധിക്കുകയും ഏതു പ്രതിസന്ധിയെയും ധീരമായി നേരിടാനുള്ള പ്രാപ്തി കൈവരുകയും ചെയ്യും. ഉത്രാടം നക്ഷത്രക്കാർ പൊതുവെ കർമ്മനിരതരാണ്. 2026 ഫെബ്രുവരിയിൽ നിങ്ങളുടെ കരിയറിൽ നിർണായകമായ പല മാറ്റങ്ങളും സംഭവിക്കാം. സർക്കാർ ജോലിയിലുള്ളവർക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഈ മാസം അതീവ ഗുണകരമാണ്. സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ തൃപ്തികരമായ സ്ഥലമാറ്റത്തിനോ ഉള്ള സാധ്യതകൾ കാണുന്നു. മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. സഹപ്രവർത്തകരുടെ സഹകരണം നിങ്ങളുടെ ജോലിഭാരം കുറയ്ക്കും. IT, ബാങ്കിംഗ്, അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ ലഭിച്ചേക്കാം. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യം മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം അനുകൂലമാണ്. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ലാഭം വർദ്ധിക്കും. പഴയ കുടിശ്ശികകൾ പിരിച്ചെടുക്കാൻ സാധിക്കും. എങ്കിലും പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കാൻ ശ്രദ്ധിക്കണം. വിദേശത്തോ സ്വദേശത്തോ നല്ലൊരു ജോലി കാത്തിരിക്കുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ മാസം ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായി നോക്കിയാൽ 2026 ഫെബ്രുവരി നിങ്ങൾക്ക് സമാധാനപരമായ മാസമായിരിക്കും. എങ്കിലും ചില അപ്രതീക്ഷിത ചെലവുകൾ മുന്നിൽ കാണണം. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് പണം വരാനുള്ള സാധ്യതയുണ്ട്. ശമ്പള വർധനവോ പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭമോ ലഭിക്കാം. ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുയോജ്യമാണ്. വീട് പണി പൂർത്തിയാക്കാനോ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കോ ആയി പണം ചെലവാകാൻ സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾക്കായി അമിതമായി പണം ചെലവഴിക്കുന്നത് നിയന്ത്രിക്കണം. പഴയ കടബാധ്യതകൾ തീർക്കാൻ ഈ മാസം സാധിക്കും. എന്നാൽ പുതിയ വായ്പകൾ എടുക്കുന്നതിന് മുൻപ് തിരിച്ചടവ് ശേഷി കൃത്യമായി വിലയിരുത്തുക. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമായി വരും. പങ്കാളിയുമായി നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ മാറി ഐക്യമുണ്ടാകും.
ഒരുമിച്ച് യാത്രകൾ ചെയ്യാനും സമയം ചെലവഴിക്കാനും സാധിക്കും. ദമ്പതികൾക്കിടയിൽ പരസ്പര വിശ്വാസം വർദ്ധിക്കും. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ വാർത്തകൾ കേൾക്കാം. കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിതാവുമായോ പിതൃതുല്യരായ വ്യക്തികളുമായോ ഉള്ള ബന്ധം മെച്ചപ്പെടും. സഹോദരങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരുമായി സമയം പങ്കിടാനും അവസരം ലഭിക്കും. എന്നാൽ പുതിയ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. ഉത്രാടം നക്ഷത്രക്കാർ പൊതുവെ ഈശ്വര വിശ്വാസികളാണ്. ഈ മാസത്തിൽ നിങ്ങളുടെ ആത്മീയ താല്പര്യം വർദ്ധിക്കും. തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനോ കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്താനോ സാധിക്കും. പ്രാർത്ഥനകളിലൂടെയും ധ്യാനത്തിലൂടെയും മനസ്സിന്റെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വഴി മാനസിക സംതൃപ്തി ലഭിക്കും. മാസത്തിന്റെ പകുതിയോടെ ജോലിഭാരം മൂലം ചെറിയ മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. യോഗ, പ്രാണായാമം എന്നിവ ശീലിക്കുന്നത് ഇതിന് പരിഹാരമാകും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദര രോഗങ്ങളോ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണക്രമത്തിൽ നിയന്ത്രണം വേണം. അസ്ഥി സംബന്ധമായ വേദനയോ നടുവേദനയോ ഉള്ളവർ അധിക ഭാരം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ആവശ്യത്തിന് ഉറങ്ങാനും ശ്രദ്ധിക്കണം. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ പ്രത്യേക പരിശ്രമം ആവശ്യമാണ്. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രവേശന നടപടികൾ പൂർത്തിയാക്കാൻ ഈ സമയം അനുകൂലമാണ്. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസാവസാനം അനുയോജ്യമാണ്. എങ്കിലും വാഹനം ഓടിക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. സമൂഹത്തിൽ നിങ്ങളുടെ മാന്യതയും പദവിയും വർദ്ധിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ അവസരം ലഭിക്കും. വസ്തുതർക്കങ്ങളിൽ അനുകൂലമായ വിധി വരാൻ സാധ്യതയുണ്ട്. പുതിയ വീട് വാങ്ങാനോ സ്ഥലം വിൽക്കാനോ ശ്രമിക്കുന്നവർക്ക് ലാഭകരമായ ഡീലുകൾ ലഭിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം നിയന്ത്രിക്കണം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. അത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാതെ നോക്കണം. ഔദ്യോഗികമായോ വ്യക്തിപരമായോ ഉള്ള ഏത് രേഖകളിലും ഒപ്പിടുന്നതിന് മുൻപ് 2 തവണ വായിച്ചു നോക്കുക. ചെറിയ അസുഖങ്ങളെ പോലും അവഗണിക്കാതെ കൃത്യമായ ചികിത്സ തേടുക. ഈ മാസത്തെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനുമായി ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഉത്രാടം നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനായതിനാൽ ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഊർജ്ജം നൽകും. ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് ഉത്തമമാണ്. ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി വഴിപാടുകൾ കഴിപ്പിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. പാവപ്പെട്ടവർക്കോ രോഗികൾക്കോ മരുന്നോ ഭക്ഷണമോ നൽകുന്നത് പുണ്യം നൽകും. ഉത്രാടത്തിന്റെ പ്രധാന ദേവത വിശ്വദേവകളാണ്. പ്രപഞ്ചത്തിലെ സകല ഊർജ്ജങ്ങളെയും പ്രതിനിധീകരിക്കുന്നവരാണ് ഇവർ. വിശ്വദേവകളെ പ്രീതിപ്പെടുത്തുന്നത് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. ദിവസവും കുറഞ്ഞത് 108 തവണയെങ്കിലും നക്ഷത്രമന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും. പൗർണമി, ഉത്രാടം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ വിശ്വദേവകൾക്ക് പ്രത്യേക പൂജകൾ നടത്തുന്നത് നല്ലതാണ്. ഏത് ദോഷപരിഹാരത്തിനും ഗണപതിയെ ഭജിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. വിഘ്നങ്ങളെല്ലാം നീങ്ങി കാര്യവിജയം ഉണ്ടാകാൻ ഇത് സഹായിക്കും. ഓരോ മാസവും ഉത്രാട നക്ഷത്രം വരുന്ന ദിവസം ഗണപതി ഹോമം നടത്തുന്നത് ശ്രേഷ്ഠകരമാണ്. പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം തുടങ്ങിയ പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഒറ്റയപ്പം പോലുള്ള വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് ശിവഭജനം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും ജീവിതത്തിലെ ക്ലേശങ്ങൾ കുറയ്ക്കാനും മനഃശാന്തി കൈവരിക്കാനും ഇത് സഹായിക്കും. 2026 ഫെബ്രുവരി മാസം ഉത്രാടം നക്ഷത്രക്കാർക്ക് മുന്നേറ്റത്തിന്റെയും അംഗീകാരത്തിന്റെയും കാലമാണ്. തൊഴിൽ രംഗത്തെ ഉയർച്ചയും സാമ്പത്തിക ഭദ്രതയും നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും. കുടുംബത്തിൽ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് വഴി സന്തോഷം നിലനിർത്താം. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കി ആസൂത്രിതമായി നീങ്ങിയാൽ വരുന്ന ഫെബ്രുവരി മാസം നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച മാസങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഈശ്വര വിശ്വാസത്തോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോവുക.